BJP ഇനി സഖ്യം കൂടി മത്സരിക്കില്ല എന്നൊരു തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നു. പഞ്ചാബിലെ ഒരു റാലിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ആരുമായി സഖ്യമില്ല എന്ന്. പഞ്ചാബിൽ ഉള്ള സഖ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഭാവിയിൽ BJP അധികം സഖ്യത്തിന് പോകില്ല എന്നൊരു സൂചന കൂടി ഇതിൽ തെളിഞ്ഞു കാണുന്നു. ഇതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം പാർട്ടി നേരത്തെ എടുത്ത തീരുമാനമാണ് ഇവിടെ സഖ്യം വേണ്ട എന്നുള്ള കാര്യം. ശിരോമണി അകാലിദളുമായി 23 വർഷത്തെ ആത്മബന്ധമുള്ള പാർട്ടിയാണ് BJP. അവർ സഖ്യമായി നിന്ന് 10 വർഷം പഞ്ചാബ് ഭരിച്ച പാർട്ടിയാണ്. 2019 വരെ NDA സഖ്യകക്ഷിയായിരുന്നു. കേന്ദ്രമന്ത്രിയായിരുന്നു. ശിരോമണി അകാലിദളിൻ്റെ പ്രതിനിധി MP ഒക്കെ ആയിരുന്നു. ഏതായാലും അതിനുശേഷം ഈ കർഷക സമരത്തിൻ്റെ പേരിലാണ് ഈ ശിരോമണി അകാലിദൾ BJPയുമുള്ള സഖ്യം ഉപേക്ഷിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ കർഷക സമരത്തിൻ്റെ കാരണമാണ് പറയുന്നതെങ്കിലും പക്ഷേ കർഷക സമരം ആയിരുന്നില്ല. ആ പാർട്ടിയിൽ ശിരോമണി അകാലിദളിലുള്ള ചില ഉൾപ്പാട്ടി പ്രശ്നങ്ങളും BJP അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ചില കാരണങ്ങളും പറഞ്ഞു തന്നെയായിരുന്നു അവർ പോയത്. ഏതായാലും ഇനി പഞ്ചാബിൽ ആരുമായി സഖ്യത്തിനില്ല എന്ന് BJP അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ അവർ മറ്റ് വഴികൾ തേടുന്നുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം അമരേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ളവരെ BJPയിലേക്ക് ജോയിൻ ചെയ്യിച്ചുകൊണ്ട് ആ പാർട്ടി വിപുലീകരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ നടത്തിയിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലം കാണുന്നു എന്നുള്ളൊരു ഉറപ്പിൻ്റെ പുറത്തുകൂടിയായിരിക്കണം പ്രധാനമന്ത്രി അങ്ങനെ പഞ്ചാബിൽ പറഞ്ഞത്. ഏതായാലും പഞ്ചാബിനെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിലും ഭാവിയിൽ ഒരുപക്ഷെ BJP വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഒറ്റയ്ക്ക് മുൻപോട്ട് പോകാൻ, കൂടുതൽ സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു സൂചന കൂടിയായി ഇതിനെ വിലയിരുത്തപ്പെടുന്നവരുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.